ചിരുത്തെ ശിവയുടെ സംവിധാനത്തിൽ സൂര്യനായകനായി വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ് കങ്കുവ. വലിയ ക്യാൻവാസിൽ 350 കോടിയിലേറെ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം നവംബർ 14-ന് റിലീസ് ചെയ്തിരുന്നു. എന്നാൽ ചിത്രം കണ്ടിറങ്ങിയവരെല്ലാവരും ഇത് എന്തുവാ എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു പടം. ശിവയുടെ സ്ഥിരം പാസം തന്നെയാണ് കങ്കുവയിലും. എന്നാലും തുടങ്ങും മുതൽ അലറലോട് അലറലായിരുന്നു പടത്തെ. അതുകൊണ്ട് തന്നെ പടത്തിന്റെ സൗണ്ട് മിക്സിങ്ങിന് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പടം കണ്ടിറങ്ങുന്നവർക്കെല്ലാം വലിയ രീതിയിലുള്ള തലവേദന ഒരുപാട് സൗണ്ട് കാരണം നേരിട്ടിരുന്നു. ഉച്ചത്തിലുള്ള സംഭാഷണങ്ങൾ, സംഗീതം എന്നിവയെല്ലാം പ്രേക്ഷകരുടെ ചിത്രത്തെ പറ്റിയുള്ള അഭിപ്രായത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അക്കാദമി ജേതാവ് കൂടിയായ റസൂൽ പൂക്കുറ്റി കങ്കുവയുടെ അമിതമായ ശബ്ദത്തിനെ ചൊല്ലിയുള്ള വിമർശനങ്ങൾക്ക് തന്റെ നിരീക്ഷണത്തിലുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. തന്റെ ഒരു സുഹൃത്താണ് കങ്കുവയുടെ റീ റെക്കോർഡിംഗ് ക്ലിപ്പ് അയച്ചു തന്നത്. യഥാർത്ഥത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ചിത്രത്തിൽ സൗണ്ട് ചെയ്ത ആളെയോ അതോ അവസാന നിമിഷത്തിൽ ആളുകളെ തൃപ്തിപ്പെടുത്താൻ ചെയ്ത എണ്ണമറ്റ പരിഹാരങ്ങളെയോ? നിങ്ങളുടെ കാലുകൾ താഴ്ത്തി വെച്ച് കാര്യങ്ങൾ ഉച്ചത്തിൽ കൃത്യമായി പറയാൻ സമയമായിരിക്കാണ്. പ്രേക്ഷകർക്ക് തലവേദനയുമായി പോയാൽ ഒരു സിനിമയ്ക്കും ആവർത്തന മൂല്യം ഉണ്ടാകില്ല എന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിൽ റസൂൽ പൂക്കുറ്റി പറയുന്നു. ചിത്രം കണ്ടിറങ്ങുന്ന നടിപ്പിൻ നായകന്റെ ആരാധകർ പോലും തങ്ങൾക്കേറെ പ്രതീക്ഷ നൽകിയ ചിത്രത്തിന്റെ ഈ ദുരവസ്ഥയെപ്പറ്റി വളരെ നിരാശയോടെയാണ് പ്രതികരിക്കുന്നത്. ചിത്രം കണ്ടിരുന്നപ്പോൾ BP കൂടിയെന്നും മൈഗ്രെയിൻ ഉണ്ടായെന്നും അതിനാൽ തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോയാലെന്ന് ആലോചിച്ചെന്നും ഒരു പ്രേക്ഷകൻ പ്രതികരിച്ചു. എന്നാൽ ചിത്രത്തെപ്പറ്റി നടിയും സൂര്യയുടെ ഭാര്യയുമായ ജ്യോതിക സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. താൻ സൂര്യയുടെ ഭാര്യയായല്ലെന്നും ഒരു സിനിമ ആരാധികയാണ് ചിത്രം കണ്ടതെന്നും പറഞ്ഞു തുടങ്ങുന്ന കുറിപ്പിൽ ഗംഭീര അഭിപ്രായമാണ് ചിത്രത്തെപ്പറ്റി താരം നൽകിയിരിക്കുന്നത്. കൂടാതെ സൂര്യയുടെയും സംവിധായകൻ ശിവയുടെയും കഠിനാധ്വാനത്തെപ്പറ്റിയും താരം വാചാലയായി. സിനിമ ആരാധികയല്ല, പകരം ഒരു സ്നേഹനിധിയായ ഭാര്യയായാണ് റിവ്യൂ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞ് നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ താരം. അതേസമയം കാർത്തിക് സുബ്ബരാജന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സൂര്യ 44, കൂടാതെ RJ ബാലാജിയുടെ സംവിധാനത്തിൽ വരുന്ന സൂര്യ 45 എന്നീ 2 ചിത്രങ്ങളിലൂടെ നടിപ്പിൻ നായകന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് തമിഴകം.